ഒരു ഐസ്ക്രീം. ഏത് ഐസ്ക്രീം ആയിരുന്നു വേണ്ടത്? ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയട്ടെ. ഓക്കെ. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഐസ്ക്രീം ഒക്കെ അല്ലേ, നമ്മൾ ഇഷ്ടംപോലെ കഴിച്ചിട്ടുണ്ട്, ഇതിലെന്താ പുതുമാനം ഉണ്ട്. നിങ്ങൾ ആരെങ്കിലും നോൺ വെജ് ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടോ? അതാണ് ഇന്നത്തെ ഹൈലൈറ്റ്. നമ്മൾ എന്നുള്ളത് കൊച്ചി പനമ്പള്ളി നഗറിലുള്ള ഷ്വൈസിലാണ്. ഇവിടെ നല്ല അടിപൊളി നോൺ വെജ് ഐസ്ക്രീംസ് ഒക്കെ കിട്ടും എന്ന് പറഞ്ഞിട്ട് വന്നതാണ് നമ്മൾ. എന്താണെന്ന് നോക്കണ്ടേ? ഇനിയാണ് നമ്മൾ കഥയിലോട്ട് കടക്കാൻ പോകുന്നത്. ഇവിടുത്തെ മെയിൻ ഐറ്റം ആയത് നോൺ വെജ് ഐറ്റംസിലോട് കടക്കുവാണ്. അപ്പോൾ ഇവിടെ സ്മോക്ക് ഷോ ടാലോയും ബേക്കൺ ഓഫ് ലൈറ്റ്സും എന്നെ കാത്ത് ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം ഫസ്റ്റ് നമുക്ക് ബേക്കൺ ഓഫ് ലൈറ്റ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ബേക്കൺ ഓഫ് ലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാനില ഐസ്ക്രീം വിത്ത് ബേക്കൻ്റെ കാരമലൈസ്ഡ് പീസസ് ഉണ്ടാവും. അതും ആപ്പിൾ സിറപ്പിനകത്തായിരിക്കും കാരമലൈസ് ചെയ്തിരിക്കും. അതായത് പോർക്കിൻ്റെ. സോ പോർക്ക് ഐസ്ക്രീം ഫസ്റ്റ് ടൈം ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. കാരമൽസ് ഒക്കെ നമുക്ക് കടിക്കാൻ കിട്ടുന്നുണ്ട്. നൈസ്, നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ട്. ഇനി സ്മോക്ക് ഷോ ടാലോ. ചോക്ലേറ്റിനുള്ളിൽ ബീഫിൻ്റെ ഫാറ്റ് ആയിരിക്കും വരിക. അത് സ്മോക്കി ഫ്ലേവർ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അങ്ങനെ ബീഫ് ഐസ്ക്രീം ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവാ. ആ ഒരു സ്മോക്കിനെസ് നല്ല രീതിയിൽ എടുത്തു നിൽക്കുന്നുണ്ട്. നല്ലൊരു വെറൈറ്റി ടേസ്റ്റും ഉണ്ട്. നല്ല ഒരു ബെസ്റ്റ് ചോയ്സ് ആയിരിക്കും, പ്രത്യേകിച്ച് ഐസ്ക്രീം ലവേഴ്സിന്. ഐസ്ക്രീംസ് ഇഷ്ടപ്പെടാത്തവരെ നമ്മൾ ആരും ഉണ്ടാവില്ല അല്ലേ? ഐസ്ക്രീം ലവേഴ്സിനെ പറ്റിയ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് കൊച്ചിയിലുള്ള ഈ ഷ്വൈസ്. ഇവരുടെ ബീഫിൻ്റെയും പോർക്കിൻ്റെയും ഐസ്ക്രീംസ് ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഷ്വേസ് ബേസിക്കലി എൻ്റെ വൈഫിൻ്റെ പേരാണ് ശ്വേത മാത്യു. സോ ഞാൻ ഷ്വേ എന്ന് വിളിക്കുന്നതുകൊണ്ട് നമ്മളത് ഷ്വേസ് ആക്കിയെടുത്തതാണ്. അത് നമ്മുടെ ഒരു പീക്ക് കോവിഡ് ടൈംസിലാണ് നമ്മളത് ആരംഭിച്ചത്. ആൻഡ് നോൺ വെജ് ആരും തന്നെ ശ്രദ്ധയിലോ അല്ലെങ്കിൽ ആരും പോലും ചിന്തിക്കാത്തൊരു ഫ്ലേവർ ആയതുകൊണ്ട് അങ്ങനെ ഒന്ന് ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്തതാണ്. സ്പെഷ്യലായിട്ട് നമുക്ക് പറയാനുണ്ടെങ്കിൽ എല്ലാതരം ഫ്ലേവേഴ്സും ഡിഫറെൻ്റ് ആണ്. സോ നമുക്ക് അങ്ങനെ കോമൺ ആയിട്ടുള്ള ഫ്ലേവേഴ്സ് ഇല്ല. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇപ്പം നിങ്ങൾ പറയുന്ന പോലെ തന്നെ നോൺ വെജ് ഉണ്ട്, അതിനോടൊപ്പം തന്നെ നമുക്ക് വേറെ സ്വീറ്റ് ആൻഡ് സ്പൈസി നോട്ടിലുള്ള ഫ്ലേവേഴ്സ് ഉണ്ട്. പിന്നെ ചോക്ലേറ്റ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ബെൽജിയൻ ചോക്ലേറ്റാണ്. സോ അതിൻ്റെ ഡിഫറെൻറ്റ് ഒരു ടെക്സ്ചറും ടേസ്റ്റും കിട്ടും. ഇപ്പം പലരും നോൺ വെജ് ഐസ്ക്രീം എന്ന് കേൾക്കുമ്പോഴായിരിക്കും ഒരുപക്ഷെ ഇവിടെ വരുന്നത്. അപ്പം ആളുകളുടെ റെസ്പോൺസ് എങ്ങനെയാണ്? സോ നോൺ വെജിൽ പറയുകയാണെങ്കിൽ നമുക്കിവിടെ ഉള്ളൊരു ഫ്ലേവർ ബേക്കൺ ഓഫ് ലൈറ്റ്. സോ നമ്മുടേത് ഇനീഷ്യൽ നമ്മൾ 2020 തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തെ നമ്മൾ കൊണ്ടുവന്നൊരു ഫ്ലേവറാണ്. അതിന് നല്ല റെസ്പോൺസ് ഇപ്പോഴും ഉണ്ട്. ആസ് വെൽ ആസ് ഫോർ ദ സ്മോക്ക് ഷോ ടാലോ ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രിസ്ക്കറ്റ് സ്മോക്ക് ചെയ്യുമ്പം അതിൻ്റെ ഫാറ്റ് റെൻഡേർഡ് ഫാറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിനും അത്യാവശ്യം നല്ലൊരു റെസ്പോൺസ് ഉണ്ട്. ഇത് നമ്മുടെ ഒരു ടൈപ്പ് ഓഫ് കണ്ടെയ്നറാണ് ഐസ്ക്രീമിന് വേണ്ടി. സോ നമ്മുടെ ഐസ്ക്രീംസിൻ്റെ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ സിന്തറ്റിക് ആയിട്ടുള്ള ഒന്നും തന്നെ നമ്മളിവിടെ യൂസ് ചെയ്യുന്നില്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഐസ്ക്രീംസ് ഫ്രോസൺ ആയിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലത്തെ സെറാമിക് കണ്ടെയ്നേഴ്സിലാണ് പാക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ സെറാമിക് കണ്ടെയ്നേഴ്സ് നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുത്തിട്ട് ആ കസ്റ്റമേഴ്സിന് വേണമെന്നുണ്ടെങ്കിൽ അടുത്ത ഓർഡറിന് ഇത് തിരിച്ചു തരികയാണെങ്കിൽ ഞങ്ങൾ ഇതിൻ്റെ ഒരു ഹാഫ് പ്രൈസ് കുറച്ചിട്ടായിരിക്കും നമ്മൾ ഐസ്ക്രീമിൻ്റെ അടുത്ത ഓർഡറിൽ നമ്മൾ കൊടുക്കുക. എന്തായാലും നിങ്ങളെല്ലാവരും ഇത് കണ്ടല്ലോ. ഇനി കൂടുതൽ ഞാൻ പറയുന്നില്ല. എന്തായാലും ഐസ്ക്രീം ലവേഴ്സ് ആണെങ്കിൽ ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ കൊച്ചിയിലുള്ള ഷ്വേസ്. എന്തായാലും ഞാൻ അത്യാവശ്യം ഒട്ടുമിക്ക ഫ്ലേവേഴ്സിലുള്ള ഐസ്ക്രീംസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ട്. എൻ്റെ ബാക്കിലുള്ള ഫെബിൻ ഇവിടെ വെയിറ്റിംഗ് ആണ്, കട്ട വെയിറ്റിംഗ് ആയിട്ട് നിൽക്കുക. ഞാനിങ്ങനെ ഐസ്ക്രീംസ് ഒക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ക്ഷമയില്ലാതെ നിൽക്കുവാണ്. അപ്പോൾ ഞാൻ ഫെബിൻ്റെ ടൈം കളയുന്നില്ല, അവനും പോയി ട്രൈ ചെയ്യട്ടെ. വീഡിയോ ജേർണലിസ്റ്റ് ഫെബിനോടൊപ്പം റിപ്പോർട്ടർ ജെൻസി ജേക്കബ് ഇൻ റിപ്പോർട്ടർ കൊച്ചി.